ഓർക്കും. നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ ആകുലപ്പെടുന്നുണ്ടോ? അതിന്റെ കാരണം നിനക്ക് ദൈവാശ്രയബോധം ഇല്ല എന്നുള്ളതാണ്. ദൈവം ഇടപെടുന്നുള്ള ഒരു ചിന്തയില്ലാത്തതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു, അമ്മ പോകുന്നിടത്തെല്ലാം അതാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ മനുഷ്യരിൽ ആശ്രയിക്കുന്നത്? എൻ്റെ മകനിൽ ആശ്രയിക്കുക, അവൻ പറയുന്നത് ചെയ്യേ. ആ സമയത്താണ് അവിടെ വെള്ളം വീഞ്ഞാകുന്ന അത്ഭുത പ്രവൃത്തി. ഇപ്പോൾ ഈ സമയത്ത് ആരാധനയിൽ എല്ലാ ദൈവമക്കളും കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ചേ, കണ്ണുകളൊന്ന് അടച്ചേ, എന്നിട്ടൊന്ന് ആഗ്രഹിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ആകുലതകളെല്ലാം അതൊന്ന് ഏൽപ്പിച്ചേ. ആകുലതയുടെ ബാണ്ടക്കെട്ടുകൾ അച്ഛനിങ്ങനെ ഈ ആരാധനയിൽ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ്. കുറേ മക്കളിങ്ങനെ ആകുലതയുടെ ബാണ്ടക്കെട്ട് ചുമന്ന് പോയിക്കൊണ്ടിരിക്കുന്നവർ, പലവിധ ആകുലതകളുടെ ബാണ്ടക്കെട്ടുകൾ, ശപിക്കപ്പെട്ട ജീവിതം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കിയവരുണ്ട്. ഇപ്പോൾ ഈ ആരാധനയിൽ പ്രാർത്ഥിച്ചു, കണ്ണീരൊഴിച്ച് ഹൃദയവിളക്ക് തെളിക്കാൻ എൻ്റെ ഈശോ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വരും, എൻ്റെ ആകുലതകൾ മാറ്റും. അവിടുന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവിടുന്ന് പറയുന്നു, അത് തിരിച്ചറിഞ്ഞോ, നീ നാളെയെക്കുറിച്ച് ആകുലപ്പെടണ്ട എന്ന് കർത്താവിൻ്റെ തിരുവചനം. അത് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ചില മക്കളോട് പറയുന്നുണ്ട്. ഒരു ജപമാല ചൊല്ലിത്തീരുന്നതോടുകൂടെ നിന്റെ ആകുലതകൾ മാറും. നിന്റെ ജീവിതത്തിൽ ആകർഷണീയമായ ഒരു ജീവിതം പരിശുദ്ധ മറിയം വഴി ഈശോ നൽകും. എലിസബത്തിനെ സന്ദർശിച്ച പരിശുദ്ധ മറിയം ഇപ്പോൾ ആരോടൊക്കെയോ ഈ സമയത്ത് പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആകുലപ്പെടരുതേ, രോഗത്തെ ഓർത്ത് ആകുലപ്പെടണ്ട. ചില മക്കൾ ഇങ്ങനെ രോഗങ്ങൾ ഓർത്ത് വരാനിരിക്കുന്ന റിസൾട്ട് കാത്തിരിക്കുന്നവര്, ആ റിസൾട്ടുകളെല്ലാം നോർമലായി മാറുന്നത് നീ കാണും. വരുന്ന വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇതിലുള്ള 3 വ്യക്തികളോട് പരിശുദ്ധ മറിയം പ്രത്യേകം പറയുന്നു, നീ റിസൾട്ട് കാത്തിരുന്ന് പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. പേടിക്കുന്നത് കാരണം പ്രാർത്ഥിക്കാൻ പോലും മറന്നു പോകുന്ന ചില വ്യക്തികളെ പരിശുദ്ധ അമ്മ കാണിക്കുന്നു. നീ ജപമാല കയ്യിലെടുത്ത് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തോ. അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ, നീ കേൾക്കാനിരിക്കുന്ന കാര്യങ്ങൾ, അത് ശുഭകരമായ കാര്യങ്ങളാക്കി മാറ്റും. നിന്റെ ആകുലതകൾ അവൾ എടുത്തു മാറ്റി എന്ന് പൂർണ്ണമായി നീ തിരിച്ചറിയും. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കടക്കെണിയിൽ പെട്ടുകഴിയുന്ന മക്കള്, ചില ഓൺലൈൻ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ പറ്റാത്തവര് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഓൺലൈനിലൂടെ പൈസയൊക്കെ വാങ്ങിയവര്, ചില വ്യക്തികൾ അതിന്റെ കടം കയറി ആ വലിയ പ്രതിസന്ധിയിൽ പോകുന്നവര്, അതിൽ നിന്നെല്ലാം പരിശുദ്ധ മറിയം അനേകം മക്കളെ മോചിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ചില ബന്ധങ്ങള്, വിവാഹ ബന്ധങ്ങൾ, അത് ശരിയാകുമോ എന്നോർത്ത് കരയുന്ന ചില വ്യക്തികൾ പരിശുദ്ധ മറിയം വിവാഹം ഉറപ്പിച്ചു, പക്ഷേ ഈ വിവാഹം വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കുന്നവര്, അവരോട് പരിശുദ്ധ മറിയം പറയുന്നു, നല്ല ജീവിത പങ്കാളിക്ക് വേണ്ടി നീ ആഗ്രഹിച്ചോ. ആകുലതപ്പെടുകയല്ല വേണ്ടത്. നിന്റെ വിവാഹത്തിന് നീ നല്ലപോലെ ഒരുങ്ങാൻ ചില വ്യക്തികളോട് പറയുന്നുണ്ട്. ചില സന്യാസ ജീവിതത്തിന്റെ മടുപ്പോടുകൂടെ കടന്നു പോകുന്നവരോട്, സന്യാസ ജീവിതത്തിലേക്ക് തിരിച്ചു